നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പോലും ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവർക്ക് എന്തെങ്കിലും മുറിവുകൾ പറ്റുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കൊരു സങ്കടം തോന്നാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നൊന്ത് പ്രസവിച്ചൊരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വേദനിക്കുമ്പോൾ എത്രത്തോളം വേദനിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. എന്നാൽ ഈ അടുത്തായിട്ട് വാർത്തകളിൽ നിറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. അമ്മ കുട്ടീനെ ഉപദ്രവിക്കുന്നു, അമ്മ കുട്ടീനെ കൊല്ലുന്നു എന്ന് തുടങ്ങിയ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ സംശയത്തോടെ നോക്കും. ഇതെങ്ങനെ സാധ്യമാവുന്നു? നമ്മൾക്കറിയാവുന്ന, നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മക്കളോട് ചെയ്യുന്നത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണല്ലേ. അത് ഗർഭിണി ആകുമ്പോൾ മുതൽ കുഞ്ഞ് പുറത്ത് വന്ന് ഉറക്കമില്ലാത്ത രാത്രികളിൽ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തൻ്റെ കുഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഒരു കുറവും വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഒരമ്മയ്ക്ക് എന്തുകൊണ്ട് ഒരു കുട്ടീനെ കൊല്ലണമെന്ന് തോന്നുന്നു? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിൽ അമ്മമാർക്ക് പങ്കുണ്ടെന്ന് അറിയുമ്പോൾ എന്താണ് അതിന്റെ കാരണം? ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ കാണുമ്പോൾ മനോരോഗങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സാധ്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ എല്ലാ കൊലപാതകങ്ങളുടെയും പുറകിൽ മാനസിക രോഗമുള്ളവരാണോ? അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? ഈ ഒരു കാര്യത്തിൽ ഞാൻ പഠിച്ച അറിവുകളും ഞാൻ കണ്ട അറിവുകൾക്കും പുറമെ ഈ വാർത്തകൾ വന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റിയുള്ള റിസർച്ചുകളെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാനും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വായിക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ പഠിച്ചതിൽ നിന്നും മാത്രമല്ല, ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി അന്വേഷിച്ചതിൽ നിന്നും റിസർച്ച് പേപ്പറുകൾ കണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടാവുമ്പോൾ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുഖ്യമായിട്ട് എടുത്തിട്ടുള്ള ഒരു റിസർച്ച് അവർ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്ന അമ്മമാരുമായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂവിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ ചെയ്യാനുണ്ടായ കാരണങ്ങളിൽ നിന്നും കൂടി അവരുടെ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ടും കൂടെ ഉള്ളൊരു റിസർച്ച് പേപ്പർ എന്നെ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ഇടയായി. അപ്പൊ ആ റിസർച്ച് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയായിരിക്കും ഒരു കുഞ്ഞിന്റെ മരണത്തിലേക്ക് ഒരു അമ്മ കാരണക്കാരിയായി വരുമ്പോൾ അതിന്റെ പുറകിലുള്ള കാരണങ്ങൾ? ഏറ്റവും ഒന്നാമതായിട്ട് പറയുന്ന കാരണം, നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു കാരണം, അമ്മയുടെ നെഗ്ലിജൻസ് കാരണം അല്ലെങ്കിൽ അമ്മ ഉപേക്ഷയായി വിചാരിക്കുന്ന കാരണം ഒരു കുട്ടി മരണത്തിലേക്ക് നീങ്ങുന്നതാണ്. അതിൽ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആക്സിഡന്റൽ ഡെത്ത് അല്ലെ? രണ്ട് രീതിയിൽ വരാം. ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് മൂലവും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് മൂലവും മരണങ്ങൾ വരാം അല്ലെ? ഉദാഹരണത്തിന് നമുക്കറിയാം, കുളിക്കുന്ന ബാത്ത് ടബിൽ വീണ് കുട്ടി മരിക്കുന്നു, ഫയർ ആക്സിഡന്റിൽ പെട്ട് കുട്ടി മരിക്കുന്നു, കുട്ടിക്ക് വേണ്ട പരിചരണവും ഭക്ഷണവും കിട്ടാത്തത് മൂലം കുട്ടി മരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു നെഗ്ലിജൻസ്, ഒരു ഉപേക്ഷ വരുന്നുണ്ട്. എത്ര ശ്രദ്ധിക്കുന്നെന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തെ ആണെങ്കിൽ പോലും ഒരു ശ്രദ്ധ തെറ്റിയത് കൊണ്ട് വന്ന അപകട മരണങ്ങളാണ് ഇവ. അപ്പൊ അങ്ങനെയുള്ള മരണങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതേപോലെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നതിനാലും ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് മൂലം കുട്ടികൾ മരണത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരും. ഇതാണ് ഏറ്റവും അധികം നമ്മൾ കണ്ടുവരുന്ന മരണം. ഇവിടെ ഒരു അമ്മമാരെ നമുക്കൊരു കൊലപാതകി എന്ന് നേരിട്ട് വിളിക്കാൻ പറ്റില്ലെങ്കിലും കുട്ടിയുടെ സംരക്ഷണം അമ്മയുടെയും കൂടി ഉത്തരവാദിത്തമായിരുന്നതിനാൽ ഇത്തരം കേസുകളിൽ പെടുന്ന ഒത്തിരി അമ്മമാരും ഉണ്ട്. എന്നാൽ നമ്മളെ നടുക്കുന്ന അമ്മ നേരിട്ട് കൊലപാതകങ്ങളിലേക്ക് പോകുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ സൈക്യാട്രിയുടെ കാര്യങ്ങൾ പറയാം. ഒരു മനോരോഗിക്ക്, ഒരു മാനസികമായ അസുഖമുള്ള ആരെങ്കിലും കുട്ടീനെ കൊല്ലാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. സൈക്കോസിസ് ഉള്ള വ്യക്തി, ഡിപ്രഷൻ അഥവാ വിഷാദ രോഗമുള്ള വ്യക്തി, ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തി കുഞ്ഞിനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സൈക്കോസിസ് ഉള്ള ഒരു വ്യക്തി, സൈക്കോസിസ് എന്ന് പറയുമ്പോൾ റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു മിഥ്യാധാരണ വരാം, ഡെലൂഷൻസ് എന്ന് പറയും. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരവസ്ഥ, ഹാലുസിനേഷൻസ് എന്ന് പറയും. ഉദാഹരണത്തിന് ഈ സൈക്കോസിസ് എന്ന അസുഖമുള്ള വ്യക്തിക്ക് ചെവിയിൽ തുടർച്ചയായിട്ട് ശബ്ദങ്ങൾ കേൾക്കുകയാണെന്ന് വെച്ചോ, മറ്റാരുടെയോ ശബ്ദം, അവർ തുടർച്ചയായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷനകത്ത് നീ പോയി കുട്ടീനെ കൊല്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒരു നിമിഷം ആ കൺട്രോൾ വിട്ടുപോയ വ്യക്തി അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഈ ശബ്ദം അങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ എന്ന് കരുതി, അല്ലെങ്കിൽ ശബ്ദം പറയുന്നതിന്റെ ശരിയും തെറ്റും ഒന്നും ആലോചിക്കാതെ ശബ്ദത്തിന്റെ ഇൻസ്ട്രക്ഷന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ആ കുട്ടീനെ കൊല്ലാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഡെലൂഷൻസ്, മിഥ്യാധാരണയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുട്ടിക്ക് ഈ ജീവിച്ചിരിക്കുന്നത് അപകടമാണെന്നും അല്ലെങ്കിൽ ഈ ലോകം ആ കുട്ടിക്ക് നല്ലതല്ലെന്നും മരിക്കുന്നതാണ് ആ കുട്ടിക്ക് കൂടുതൽ നല്ലതെന്നുമുള്ള മിഥ്യാധാരണ, ഡെലൂഷൻ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഡെലൂഷന്റെ പുറത്ത് ഈ ലോകത്തിലുള്ള മറ്റ് ദുഷ്ട വ്യക്തികളിൽ നിന്ന് ആ കുട്ടീനെ രക്ഷിക്കാമെന്നുള്ള അസുഖത്തിന്റെ തെറ്റായ ചിന്തയുടെ പുറത്ത് കുഞ്ഞിനെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്ന അമ്മമാരുമുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം താൻ സ്വയം മരിക്കണമെന്നും താൻ മരിക്കുമ്പോൾ തന്നോടൊപ്പം കുട്ടിയും കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന മറ്റു ഒരു വിഭാഗമുണ്ട്. ഉദാഹരണത്തിന് വിഷാദ രോഗം തീവ്രമായിട്ടുള്ള വ്യക്തികൾ, ആത്മഹത്യ ചിന്ത അതിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ, അവർ മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ചിന്തിക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗമായിട്ടുള്ള തന്റെ കുട്ടീനെ എന്ത് ചെയ്യണം എന്ന് അവർ ചിന്തിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ റിസർച്ച് പേപ്പറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ കൊലപാതകത്തിലേക്ക് വിഷാദത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ കൊല ചെയ്ത മാതാപിതാക്കൾ, ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു 47% ആളുകൾ ഇതിന് തൊട്ടു മുമ്പ് തങ്ങൾ മരിച്ചാൽ കുട്ടീന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചിരുന്നതായിട്ട് 47% ആളുകൾ പറയുന്നുണ്ട്. അതായത് തൻ്റെ അപ്പനോ അമ്മയോ തൻ്റെ സഹോദരങ്ങളോ തൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഞാൻ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ഇവർ നേരിട്ടോ അല്ലാണ്ടോ അന്വേഷിക്കുകയും അതിന് ഇല്ല എന്നുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ അവർക്ക് ഉറപ്പില്ലാത്തതിൻ്റെയും പുറത്ത് താൻ പോയി കഴിയുമ്പോൾ കുട്ടി കൂടുതൽ കഷ്ടപ്പാടിലേക്ക് നീങ്ങാതെ തൻ്റെ ഒപ്പം കുട്ടിയെ കൊണ്ട് പോകാം എന്നുള്ള സെൽഫിഷ് ആയിട്ടുള്ള ഒരു റീസൺ, അതിനൊന്നും നമുക്ക് ഒരു ന്യായീകരണവും കൊടുക്കാൻ കഴിയുകയില്ല. പക്ഷെ അസുഖത്തിന്റെ ഭാഗമായിട്ട് അസുഖത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി തെറ്റായ ചിന്തകളും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കടന്നു വരുമ്പോൾ ആ കൈവിട്ടു പോകുന്ന ഒരു നിമിഷത്തിൽ അവർ കുഞ്ഞിനെയും കൂടെ തങ്ങളുടെ കൂടെ കൊണ്ടുപോകാന്നുള്ള നിലയിൽ ആത്മഹത്യ, ഒരു കുടുംബമായിട്ട് അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുഞ്ഞിന്റെ കൊലപാതകവും അമ്മയുടെ ആത്മഹത്യയുമാണ് അവിടെ നടക്കുന്നത്. ചിലരെങ്കിലും കുഞ്ഞിന്റെ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് മാറുന്നതും കണ്ടുവരുന്നുണ്ട്. അപ്പൊ മാനസിക രോഗമുള്ള വ്യക്തികൾ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ മാനസിക രോഗികളും കുട്ടികളെ കൊല്ലുമെന്നുള്ളൊരു അർത്ഥവും ഇല്ല. ശരിയായ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്കും കടന്നു പോകാതെ അവർക്ക് നല്ലൊരു വിജയകരമായ ജീവിതം മക്കളോട് ഒത്തു ജീവിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നുകൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്തോട്ടെ. അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു വാർത്ത, ഇപ്പൊ എറണാകുളത്ത് നടന്നൊരു വിഷയമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ തന്റെ കാമുകനുമായിട്ട് ചേർന്ന് കൊലപാതകം ചെയ്യുന്നു. കുഞ്ഞ് തൊണ്ടയിൽ മിൽക്ക്, അമ്മയുടെ പാല് കുടുങ്ങി മരിച്ചു എന്നുള്ളതാണ് പുറത്ത് ആദ്യം വന്നത് ഇവർ പരാതി കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ തലയിൽ കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ടെന്നും പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതായത് അസിസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കൊലപാതകങ്ങൾ, അതായത് തന്നെ റൊമാൻറ്റിക് പാർട്ട്ണറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ
ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന് ഈ കുഞ്ഞ് ഒരു തടസ്സമാണെന്ന് തോന്നുന്ന അമ്മ നേരിട്ടോ അല്ലെങ്കിൽ തന്റെ പാർട്ട്ണർ ചെയ്യുന്നതിന് നേരിട്ടല്ലാതെയോ സഹായം ചെയ്യുന്ന ഒരവസ്ഥ. അത്തരത്തിലുള്ള മരണങ്ങൾ കേരളക്കരയ്ക്കും അത്ര അപരിചിതമല്ല എന്ന് തന്നെ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു പ്രതികാരം എന്ന നിലയിലാണ്, ഒരു റിവെഞ്ച് എന്ന നിലയിലാണ്. ഈ കുഞ്ഞ് മരിച്ചാൽ കുഞ്ഞിന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന അപ്പനെയും അപ്പന്റെ കുടുംബത്തെയും അവർ ആ ഒരു വിഷമം അനുഭവിക്കട്ടെ എന്നുള്ള സ്വാർത്ഥ താല്പര്യത്തിന് പുറത്ത് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ. ഇത് പറയുമ്പോഴും നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് വാർത്തകൾ കാണാൻ കഴിയും, അല്ലെ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ ഒത്തിരി ഗാർഹിക പീഡനത്തിനിരയാവുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമിതമായ മർദ്ദനത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ക്രൂരതകൾക്ക് ഇരയാവുന്ന ഒരു വ്യക്തി, അല്ലെ വേണ്ടത്ര സ്നേഹം കിട്ടാതെ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, തന്റെ ഭർത്താവിനോടുള്ള ദേഷ്യം, നേരിട്ട് എന്ത് ചെയ്തിട്ടും തന്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് തന്നോട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ തെറ്റായിട്ടുള്ളൊരു ചിന്ത കടന്നു വരികയും അവരോടുള്ളൊരു റിവഞ്ച്, വാശിയും വൈരാഗ്യത്തിന്റെ പുറത്ത് കുഞ്ഞിനോട് അടുപ്പമുണ്ടെന്ന് കാണുന്ന, അച്ഛൻ അടുപ്പമുണ്ടെന്ന് കാണുന്ന ഈ അമ്മ തന്റെ കുഞ്ഞിനെ കൊന്ന് ആ കുഞ്ഞിന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന തന്റെ ഭർത്താവിന്റെയും അവരുടെ കുടുംബത്തിന്റെ സങ്കടം കണ്ട് സന്തോഷിക്കുന്ന ഒരമ്മ. അതാണ് മറ്റൊരു കാരണമായിട്ട് ഈ റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് അബ്യൂസിന്റെ വിക്ടിമായിട്ട് കുട്ടികൾ മരിക്കുക. ചില മാതാപിതാക്കൾ, ഇപ്പൊ അമ്മ എടുക്കുകയാണെങ്കിൽ അമ്മ കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുന്ന അമ്മമാരുണ്ട്. അത് അവരനുഭവിക്കുന്ന പീഡനങ്ങൾ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ആകാം, അല്ലെങ്കിൽ ലഹരിയുടെയും മദ്യത്തിന്റെയും മറ്റ് ലഹരിയുടെ അടിമയായിട്ട് അതിന്റെ ഇൻഫ്ലുവൻസിൽ മക്കളെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ളവർ ദേഷ്യത്തിന്റെ അമൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ അതിന് ഇരയാവുന്നതായിരിക്കും. ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് മൂലം പിന്നീട് അതിന്റെ കാഠിന്യം കൂടി ചില അവസരങ്ങളിലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു നിസ്സാരമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. പലപ്പോഴും ഇങ്ങനത്തെ മരണത്തിൽ ഏർപ്പെടുന്നവരുടെ പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും ഈ കുട്ടീനെ അമ്മ ഉപദ്രവിക്കുന്നത് വീട്ടിലുള്ളവരും പരിസരത്തുള്ളവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ചിലരെങ്കിലും അത് നിസ്സാരമായിട്ട് എടുക്കും, ചിലര് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നെങ്കിലും പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പും പിന്നീട് എന്തായെന്നൊന്നും അന്വേഷിക്കാതെ പോകുന്നത് കൊണ്ട് ഈ അമ്മ ഇത് പിന്നെയും തുടരുകയും പിന്നീട് ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാവുന്നത്. അപ്പൊ അത്തരത്തിൽ പീഡനത്തിന് ഇരയാവുന്ന ചില കുട്ടികളെങ്കിലും മരണപ്പെടുന്നതായിട്ടുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കൊലപാതകം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആണ്, ഇഗ്നോറൻസ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ടീനേജ് പ്രഗ്നൻസി, അല്ലെങ്കിൽ ഒരു അവിഹിതത്തിലുണ്ടായ പ്രഗ്നൻസി. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. ഒരു 43 വയസ്സുള്ള ഒരു തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്. 43 വയസ്സുള്ള ഒരു സ്ത്രീ, താൻ വിധവയാണ്, അതിനുശേഷം തനിക്ക് ഒരു അഫെയർ ഉണ്ടാകുന്നു, മറ്റാരും അറിയാത്തൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ആ റിലേഷൻഷിപ്പിൽ ഈ സ്ത്രീക്ക് ഒരു ഗർഭിണിയാവുന്നു. ഈ റിലേഷൻഷിപ്പിലുള്ള പുരുഷൻ പോലും അത് അറിയുന്നില്ല. പിന്നീട് ഈ കുട്ടീനെ ഈ അമ്മ കൊല്ലുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഭവം. ടീനേജ് പ്രഗ്നൻസികൾ, അവർക്കത് പുറത്ത് പറയാനുള്ള മടി, മറ്റുള്ളവരുടെ നാണക്കേട്, അവര് കുറ്റം പറയുകയോ അമ്മ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വഴക്ക് കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് ഇത് മാക്സിമം മറച്ചു വെക്കുകയും ചിലരെങ്കിലും രഹസ്യത്തിൽ പ്രസവിക്കാൻ ശ്രമിച്ചിട്ട് പ്രസവശേഷം കുഞ്ഞുങ്ങളെ നേരിട്ട് കൊല്ലുന്നവരുമുണ്ട്. ഇവരുടെ ശ്രദ്ധക്കുറവ് കാരണം കുട്ടികൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുക. ഉദാഹരണത്തിന് ടോയ്ലറ്റിൽ വെച്ച് കുട്ടികൾ പ്രസവിക്കാൻ നോക്കുക, അവിടെ കോംപ്ലിക്കേഷൻസ് കാരണം കുട്ടികൾ അവിടെ വെച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുക, അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ തന്നെ അവരതിനുശേഷം കുട്ടീനെ കൊല്ലാൻ നോക്കുന്ന അവസ്ഥയിലേക്ക് പോവുക. ഇത്തരത്തിൽ കുട്ടിയുടെ കൊലപാതകങ്ങൾ നമ്മൾക്കിടയിൽ നടക്കുന്നുണ്ട്. പിന്നീടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സോഷ്യോ കൾച്ചറൽ ഭാഗമായിട്ട്, അതായത് പെൺകുട്ടികളോടുള്ള അവഗണന. പെൺകുഞ്ഞുങ്ങൾ ജനിക്കേണ്ട എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇത്തരം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലുന്ന അവസ്ഥ.
പിന്നെ മറ്റ് പല വ്യക്തികളുടെ ഉപദേശത്തിന് പുറകെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരവസ്ഥ. ഉദാഹരണത്തിന്, ഈ കുട്ടി നിങ്ങളുടെ കുടുംബത്തിന് നല്ലതല്ല, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും എന്നിങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥ. എല്ലാ മാനസിക രോഗികളും കൊലപാതകരല്ല, എല്ലാ കൊലപാതകത്തിൻ്റെ പുറകിലും മാനസിക രോഗവുമല്ല എന്നൊരു മെസ്സേജാണ് ഇതിലൂടെ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.